പാക് സംഘർഷത്തിൽ വിദേശ രാജ്യങ്ങളോട് രാജ്യത്തിന്റെ നിലപാട് വിശദീകരിക്കാനുള്ള സംഘത്തിലേക്ക് തരൂരിന്റെ പേര് നിർദ്ദേശിക്കാതെ കോൺഗ്രസ്. ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, സയ്യിദ് നസീർ ഹുസൈൻ, രാജാ ബ്രാർ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് നൽകിയത്. കോൺഗ്രസിന്റെ ലിസ്റ്റിലില്ലാത്ത തരൂരിനെ കേന്ദ്രമാണ് ഉൾപ്പെടുത്തിയത്. പ്രതിനിധി സംഘത്തെ നയിക്കാനുള്ള കേന്ദ്ര സർക്കാർ ക്ഷണം ബഹുമതിയായി കാണുന്നുവെന്ന് ശശി തരൂർ പ്രതികരിച്ചു. തരൂരിനെ പ്രതിനിധിയായി തെരഞ്ഞെടുത്തതിനെ KPCCയും സ്വാഗതം ചെയ്തു. ധനസുമോദും പ്രമോദരാമനും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആദ്യം ധനസുമോദിലേക്കാണ്. ധനസുമോദ്, കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലുള്ള ഈ പട്ടികയിൽ ശശി തരൂർ MP ഉണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അറിയുന്നു കോൺഗ്രസ് നൽകിയ ലിസ്റ്റിൽ തരൂരിന്റെ പേരില്ല എന്ന്. തരൂരിനെ പാർട്ടിയിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ ഒരു പ്രതിഫലനമായി കാണാമോ ഇതിനെ? തീർച്ചയായും അതിന്റെ പ്രതിഫലനമായിട്ട് തന്നെയാണ് ഇതിനെ കാണാവുന്നത്. കാര്യം ഈ പഹൽഗാം ആക്രമണം ഉണ്ടായതിനു ശേഷം തരൂരിന്റെ പ്രതികരണം കോൺഗ്രസിന്റെ സ്ഥിരം പ്രതികരണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയായിരുന്നു പ്രതികരിച്ചിരുന്നത്. കാര്യം കോൺഗ്രസ് ഈ ഇൻഡോ പാക് സംഘർഷത്തിൽ പ്രതികരിച്ചിരുന്നത് ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന സമയത്ത് വളരെ ശക്തമായ നിലപാടെടുത്ത ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതികരിച്ചിരുന്നത്. പക്ഷേ തരൂർ പറഞ്ഞത് ഒരു കാരണവശാലും ഈ തരത്തിൽ ഇന്ദിരാഗാന്ധിയുടെ പഴയ കാര്യം പറയാനുള്ളൊരു സമയമല്ല എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. അങ്ങനെ പലപ്പോഴും ഈ തരത്തിലുള്ള ശക്തമായ നിലപാട് ഒരു BJPയുടെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനോട് ചേർന്ന് ഉള്ള നിലപാട് തന്നെയായിരുന്നു തരൂർ എടുത്തിരുന്നത്. അതിന് തരൂർ പറയുന്ന ഒരു ന്യായീകരണം ഒരു കാരണവശാലും രാജ്യ താല്പര്യം മുൻനിർത്തി കഴിയുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും അപ്രസക്തമാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കൃത്യമായി ഒരു മെസ്സേജ് കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും നൽകിയിരുന്നു. അവർ പറയുന്നത് ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രതികരണമാണ് വേണ്ടത്. നേതാക്കൾ വ്യക്തിപരമായ നിലപാടുകൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എടുക്കരുത് എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ആ തരത്തിലുള്ള നിലപാടുകളെ തള്ളിക്കൊണ്ടാണ് ശശി തരൂർ വീണ്ടും മുന്നോട്ട് പോയിരിക്കുന്നത്. കാര്യം ഈ കോൺഗ്രസിനുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ തന്നെ ആവണം ശശി തരൂരിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 3 ഭൂഖണ്ഡങ്ങളിലായി വിവിധ രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളെ ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്നുള്ള കാര്യം കൺവിൻസ് ചെയ്യാൻ വേണ്ടി പ്രതിപക്ഷ പാർട്ടികളുടെ MPമാരെ അടക്കം ഉൾപ്പെടുത്തിയാണ് ഒരു സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ MPമാരും 7 MPമാരുടെയും ലിസ്റ്റുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ സംഘത്തെ നയിക്കുന്ന MPമാർ ആരൊക്കെയാണെന്നുള്ള ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഒന്നാമതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശശി തരൂരാണ്. ശശി തരൂർ ഒരു സംഘത്തെ നയിക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇന്ന് രാവിലെയാണ് ജയറാം രമേശ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിന്റെ പ്രതിനിധികളായി കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്ന MPമാരുടെ പേര് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ ആനന്ദ് ശർമ്മയാണ്. ബ്രാറുണ്ട്, പഞ്ചാബിൽ നിന്നുള്ള ബ്രാറുണ്ട്. ഇതുപോലുള്ള പ്രധാനപ്പെട്ട 4 നസീർ ഹുസൈൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട 4 MPമാരുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ശശി തരൂരിന്റെ പേരില്ല. ശശി തരൂരിന്റെ ആ തരത്തിലുള്ള ഒരു പേര് ഇപ്പോൾ ധനസുമോദ് പറഞ്ഞതുപോലെ 4 പേരുടെ ഒരു പട്ടികയാണല്ലോ കോൺഗ്രസ് നൽകിയത്. ഇത് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടാണോ ഈ 4 പേരെ നിർദ്ദേശിച്ചത്? പ്രധാനപ്പെട്ട പാർട്ടികളോട്, കൂടുതൽ അംഗബലമുള്ള പാർട്ടികളോട് അവരുടെ ഒരു ലിസ്റ്റ് തരാൻ കേന്ദ്രം ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ ബ്രിട്ടാസ് അടക്കമുള്ളവർ പറയുന്നു ഇത് ഇതിനകം തന്നെ വിവാദമായി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു പേര് നിർദ്ദേശിക്കാൻ പാർട്ടികളോട് പറഞ്ഞത്. ഏതായാലും ഇന്നലെ ഈ പാർട്ടികളുടെ പേര് കോൺഗ്രസ് പുറത്തുവിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെയാണ് കിരൺ റിജു പാർട്ടികളുടെ പേര് പുറത്തുവിടുന്നത്. അപ്പോൾ ഒരു പാർട്ടിയിൽ നിന്ന് ആരൊക്കെ വരണം എന്നുള്ളൊരു കാര്യം തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയുടെ നേതൃത്വമാണ്. അതുകൂടി കൈക്കലാക്കി കേന്ദ്ര സർക്കാർ ചെയ്തത്. ഈ തരത്തിലുള്ള കേന്ദ്ര സർക്കാർ നേരിട്ട് നേതാക്കന്മാരുടെ പേര് നിർദ്ദേശിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു വാദം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ തരത്തിലുള്ള ക്ഷണം വലിയ ബഹുമതിയായിട്ടാണ് താൻ കാണുന്നത് എന്നുള്ള കാര്യം ശശി തരൂർ പറയുന്നു. മാത്രമല്ല KPCC ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു വാദം ഉന്നയിക്കാൻ വേണ്ടി ശശി തരൂരിനെ തിരഞ്ഞെടുത്തത് ഒരു വലിയ ബഹുമതിയായിട്ട് തന്നെയാണ് KPCC കാണുന്നത്.